ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങൾ 14 അധ്യായം അതിൻ്റെ 20 വാക്യം. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു, ധനവാനോ വളരെ സ്നേഹിതന്മാരുണ്ട്. എത്ര ശ്രദ്ധേയമായ വാക്യമാണ്. വചനം തന്നെ പറയുകയാണ്, ദരിദ്രന് കൂട്ടുകാർ പോലും ഇല്ല, പക്ഷെ ധനവാന് ഒത്തിരി സ്നേഹിതന്മാർ കാണും. ഈ കാലഘട്ടത്തിലും അങ്ങനെയല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നമുക്കെല്ലാം ഉള്ളപ്പോൾ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരുമില്ലാത്ത സാഹചര്യങ്ങൾ എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ചില ശൂന്യതകൾ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, നിലനിൽക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. വചനവും അത് തന്നെ പറയുന്നു, സദൃശ്യവാക്യത്തിൽ അത് തന്നെ പറയുന്നു. ദരിദ്രനെ കൂട്ടുകാരൻ പോലും പകയ്ക്കുന്നു. ഒന്നും ഇല്ലാത്തവൻ ഇവിടെ ആർക്കും വേണ്ടാതെ. പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ കർത്താവിന് അവരെയാണ് വേണ്ടത്. ധനവാനെക്കുറിച്ചും ലാസറിനെക്കുറിച്ചും ദൈവവചനം പറയുന്നുണ്ട്. ഇവിടെ ധനവാൻ എല്ലാം ഉണ്ടായിരുന്നു, ലാസറിന് ഒന്നുമില്ല, തൻ്റെ ശരീരം മുഴുവൻ വ്രണമായിരുന്നു. പക്ഷേ ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. രണ്ടുപേരും ഇവിടം വിട്ട് മാറ്റപ്പെട്ടു. പക്ഷേ ലാസർ പോയത് അബ്രഹാമിൻ്റെ മടിയിലാണ്, ധനവാൻ പോയത് യാതനാ സ്ഥലത്താണ്. നമ്മൾ നോക്കുമ്പോൾ ചിലർ വല്ലാതെ അങ്ങ് സഞ്ചരിക്കുന്നുണ്ട്. നമ്മളൊന്നുമില്ലല്ലോ എന്ന് ഭാരപ്പെടുന്നുണ്ട്. സമ്പത്തിൽ മാത്രമല്ല കേട്ടോ, ശാരീരികമായ ബുദ്ധിമുട്ട്, മാനസികമായ ബുദ്ധിമുട്ട് ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. സന്തോഷത്തിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. പ്രയാസത്തിലൂടെ പോകുന്നവരെ കരുതാൻ പോലും ആരുമില്ല. പക്ഷെ ദൈവവചനം പറയുന്നു, ഭാരപ്പെടരുത്, തളർന്നു പോകരുത്. ആരുമില്ലാത്തവർക്ക് ഇവിടെയും കർത്താവ് കൂടെയുണ്ട്, അവിടെയും കർത്താവ് കൂടെയുണ്ട്. ലാസറിന്റെ വിഷയം നോക്കിയേ. കർത്താവ് ലാസറിന് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ലാസറിന്റെ കൂടെ ദൈവമുണ്ട്. അതുകൊണ്ടാണല്ലോ തൻ്റെ ശരീരം വ്രണം വന്നിട്ടും താൻ അവിടെ എല്ലാം ഫേസ് ചെയ്തില്ലേ, അവിടെ എല്ലാം നിലനിന്നില്ലേ. ആ ലാസറിന്റെ കൂടെ അവിടെയും ദൈവമുണ്ട്. പ്രിയരെ, ഒരു സാഹചര്യങ്ങളിലും അടുത്തു പോകാതെ ചിലരൊക്കെ പകയ്ക്കുമ്പോൾ അതിനും സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.